രംഗത്ത് കേരളം കൈവരിക്കപ്പെട്ട നേട്ടം ഒരുപക്ഷെ ലോകത്തിലെ വികസിത രാജ്യങ്ങളെ വെല്ലാവുന്ന രീതിയിലുള്ള നേട്ടം കൈവരിക്കപ്പെട്ട സംസ്ഥാനമാണ് കേരളം. ഇവിടെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു ശൃംഖലയായി കേരളത്തിലെ ആരോഗ്യ പരിപാലന രംഗത്ത് സൃഷ്ടിച്ചെടുക്കപ്പെട്ട അതിവിപുലമായ ചികിത്സാ സൗകര്യങ്ങളും അത് നൽകിയ പരിഗണനയും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ആരോഗ്യ രംഗത്തുണ്ടാക്കിയ മാറ്റം വളരെ വളരെ വലിയ മാറ്റമാണ്. നമുക്കറിയാം, 60 വയസ്സ് തികഞ്ഞാൽ ഷഷ്ടിപൂർത്തി ആഘോഷിച്ച് മരണത്തെ വരവേൽക്കാൻ കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിന്. എന്നാൽ ഇന്ന് 80 വയസ്സ് കഴിഞ്ഞാൽ പോലും ചെറുപ്പക്കാരനാണ് എന്ന രീതിയിൽ നടക്കുന്ന നമ്മുടെ വൃദ്ധരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുകയാണ്. എന്തിനേറെ നമ്മുടെ വാർഡുകൾ എടുത്താൽ 100 വയസ്സ് പൂർത്തിയാക്കിയ ആളുകളുടെ എണ്ണം നമ്മുടെ കൈവിരലിൽ എണ്ണാവുന്നതിനേക്കാൾ അധികമായി വരുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. 2029 ആകുമ്പോൾ കേരളത്തിലെ ജനസംഖ്യയിൽ പ്രായം ചെന്നവർ 23% വർദ്ധിക്കും എന്നാണ് ഇപ്പൊ അവസാനമായി വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുർദൈർഘ്യം ലോകത്തിലെ വികസിത രാജ്യങ്ങളിലെ ആയുർദൈർഘ്യത്തെ വെല്ലാവുന്ന രീതിയിൽ കേരളം പുരോഗമിക്കുകയാണ്. ഇത് നേടിയെടുത്തത് ആരോഗ്യരംഗത്ത് കേരളം കൈവരിക്കപ്പെട്ട ഉയർന്ന നേട്ടത്തിന്റെ പ്രതിഫലനമാണ്. അത് മാത്രമാണ് പൊതുവിതരണ രംഗത്ത് നമ്മൾ നേടിയ നേട്ടം. നമ്മുടെ മാർക്കറ്റിൽ ഇടപെടാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കൊണ്ടുവന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷൻ അതിനു മുമ്പ് തന്നെ കേരളം നേടിയെടുത്തതാണ്. ആ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം തകർത്തത് ഈ കോൺഗ്രസുകാരാണ്. കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമത്തിന്റെ ഭാഗമായി നമ്മുടെ കാർഡുകളൊക്കെ വിവിധ കളറിലുള്ള കാർഡുകളാക്കി എല്ലാവർക്കും ലഭ്യമായിരുന്ന സൗകര്യം ഇല്ലാതാക്കിയത് അവരാണ്. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം പോരാ. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങളും നിത്യോപയോഗ സാധനങ്ങളും ലഭ്യമാകാൻ എന്ന് കണ്ടപ്പോഴാണ് സഖാവ് നായനാർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സഖാവ് ചന്ദ്രശേഖരൻ നായർ കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയുമായിരുന്ന സമയത്താണ് കേരളത്തിൽ നമ്മൾ മാവേലി സ്റ്റോറുകൾ കൊണ്ടുവന്നത്. മാവേലി സ്റ്റോറുകൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വലിയ അത്താണിയായിരുന്നു. നമ്മൾ ഓർക്കുന്നുണ്ടാവും, മാവേലി സ്റ്റോറിന്റെ ഉദ്ഘാടനം സഖാവ് നായനാർ തിരുവനന്തപുരത്തെ പുത്തിരിക്കണ്ടം മൈതാനിയിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ കെ കരുണാകരൻ തൃശൂരിൽ വാമന സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് വേണ്ടിയിട്ടാണ്. അന്നത്തെ വളരെ പ്രധാനപ്പെട്ട വ്യാപാരി സംഘടനയായിരുന്നു. ഇന്ന് അതിന്റെയൊക്കെ സ്വഭാവത്തിലൊക്കെ ധാരാളം മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ അത് വ്യാപാരിക്കെതിരാണ് മാവേലി സ്റ്റോർ എന്നാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തിന് അത്താണിയാകില്ല, അവരെ സഹായിക്കുക എന്ന കാഴ്ചപ്പാടായിരുന്നു അന്ന് ഇടതുപക്ഷ മുന്നണി ആ ഒരു പൊതുവിതരണ ശൃംഖല സൃഷ്ടിച്ചെടുക്കുമ്പോൾ ലക്ഷ്യം വെച്ചത്. ഞാൻ സൂചിപ്പിച്ചത് കോൺഗ്രസ് വലതുപക്ഷ രാഷ്ട്രീയം അക്കാലത്തൊക്കെ ആരുടെ പക്ഷത്താണ് നിൽക്കാൻ ശ്രമിച്ചത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ക്ഷേമ പെൻഷനുകളോട് കോൺഗ്രസും അതുപോലെ തന്നെ വലതുപക്ഷ രാഷ്ട്രീയവും സ്വീകരിച്ച സമീപനം എന്താ നമുക്ക് ഓർമ്മയുണ്ടാവും. സഖാവ് നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെയാണ് കേരളത്തിൽ ആദ്യമായി പെൻഷൻ സമ്പ്രദായം കൊണ്ടുവരുന്നത്. ക്ഷേമ പെൻഷനുകൾ 45 രൂപയായിരുന്നു ആദ്യത്തെ പെൻഷൻ. ആ പെൻഷൻ കൊണ്ടുവരുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചപ്പോ നമ്മുടെ കേരള നിയമസഭയിൽ അന്നത്തെ പ്രതിപക്ഷം പറഞ്ഞ കാര്യം എന്താ? ഈ സംഖ്യ ദുർവ്യയം ചെയ്യാൻ പ്രത്യുൽപാദനപരമല്ല. പെൻഷൻ കൊടുക്കുന്നത് പ്രത്യുൽപാദനപരമല്ലാത്തത് കൊണ്ട് ഇടതുപക്ഷം പണം ദുർവ്യയം ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ പ്രതിപക്ഷം നിയമസഭയിൽ എടുത്ത സമീപനം. എന്നാൽ 45 രൂപയിൽ നിന്ന് ഇന്ന് നമ്മൾ 2000 രൂപയിലേക്ക് വർദ്ധിച്ചു. 62 ലക്ഷം ജനങ്ങൾക്കാണ് 2000 രൂപ പ്രതിമാസം പെൻഷൻ നൽകുന്ന സമ്പ്രദായം ഈ കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിച്ച് 2000 രൂപയിലേക്ക് എത്തിച്ചു. അപ്പൊ ആ സമ്പ്രദായത്തോടും കോൺഗ്രസിന്റെ സമീപനം എന്തായിരുന്നു? പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നിലപാടുകൾക്കൊക്കെ വിരുദ്ധമായിട്ടുള്ള സമീപനം സ്വീകരിക്കുകയാണ്. ഇപ്പോ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവരുന്ന എല്ലാ ജനകീയ പ്രവർത്തനങ്ങളെയും
രാഷ്ട്രീയ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനെ എതിർക്കുന്ന സമീപനാണ് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനത്തിനും കൈവരിക്കപ്പെടാൻ കഴിയാത്ത ഒരു നേട്ടം കഴിഞ്ഞ നവംബർ മാസം 1-ാം തീയതി കേരളത്തിൽ നടപ്പാക്കുകയുണ്ടായി. അതിദരിദ്രന്മാരില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി. 64,004 ആളുകളെയാണ് അതിദരിദ്രന്മാരായി നമ്മുടെ സംസ്ഥാനം കണ്ടെത്തിയത്. അപ്പൊ പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ എന്നാണ്. ഇത് ഇടതുപക്ഷം വളരെ സൂത്രത്തിൽ ഉണ്ടാക്കിയ കണക്കാണെന്നാണ്. പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളോടും പറയാനുള്ളത് ഞങ്ങൾ കണ്ടെത്തിയ കണക്കല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്ലാനിംഗ് ബോർഡിന് ബദലായി രൂപീകരിക്കപ്പെട്ട നീതി ആയോഗിന്റെ മാനദണ്ഡം അനുസരിച്ചാണ് ആരാണ് ദരിദ്രൻ ആരാണ് അതിദരിദ്രൻ എന്ന് കൃത്യമായി വിവക്ഷിച്ചിട്ടുണ്ട്. ആ മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേരള ഗവൺമെന്റ് അതിദരിദ്രന്മാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയത്. ആ ലിസ്റ്റ് തയ്യാറാക്കി അത് നമ്മുടെ ഗ്രാമസഭകളിൽ വെച്ച് അവിടെ ചർച്ച ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണസമിതി ചർച്ച ചെയ്ത് ജനാധിപത്യ വേദികളിൽ ആകെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അവസാനം 64,06,000 പേരുടെ പട്ടിക തയ്യാറാക്കിയത്. ഇനി അതിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, അതിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ അവരെ കൂടി ഉൾപ്പെടുത്തി അവരെ അതിദരിദ്രന്മാരല്ലാത്തവരാക്കി മാറ്റാൻ LDF ഗവൺമെന്റ് തയ്യാറാണ് എന്ന നിലപാടല്ലേ നമ്മൾ സ്വീകരിച്ചത്. എന്നാൽ പ്രതിപക്ഷം സ്വീകരിച്ച സമീപനം എന്താ? ആ പദ്ധതിയെ പോലും ഇന്ത്യ രാജ്യത്ത് ഒരുപക്ഷെ ലോകത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചൈന വേണമെന്നുണ്ടെങ്കിൽ അതിന് അതീതമായ ഒരു രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുമായിരുന്നു. അതിദരിദ്രന്മാരില്ലാത്ത ഒരു സംസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ആദ്യമായി ഈ കേരളം അങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് വരുമ്പോൾ അതിനെ പിന്തുണയ്ക്കാനും ആ നിലപാടിനെ അഭിനന്ദിക്കാനുള്ള ഉയർന്ന രാഷ്ട്രീയ ബോധമല്ലേ കേരളത്തിലെ പ്രതിപക്ഷം കാണിക്കേണ്ടത്. എന്നാൽ അതിനെയും അതിന്റെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാനാണ് ഇതിന് പരിശ്രമിച്ചത്. കുറവുകളുണ്ടെങ്കിൽ നമുക്ക് കൂട്ടായിട്ട് പരിഹരിക്കാം. കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കപ്പെട്ട നാടാണ് എന്നുള്ളത് കൊണ്ട് പിന്നീട് വരുന്ന ഒരു നിരക്ഷരനും ഇല്ല എന്ന് പറയാൻ കഴിയുമോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത്തരം ആളുകളെ കണ്ടെത്തിയാൽ നമുക്ക് അവനെയും സാക്ഷരനാക്കുക എന്നുള്ളതല്ലേ നമ്മൾ നിർവഹിക്കപ്പെടേണ്ട ചുമതല. അപ്പൊ അതിദരിദ്രന്മാരില്ലാത്ത സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളത്തെ മാറ്റി. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ എല്ലാം പരിഹരിക്കുന്ന പ്രവർത്തനമാണ് ഇടതുപക്ഷം എക്കാലത്തും അതിന്റെ മുൻഗണന പദ്ധതിയായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഓരോ പൗരന്റെയും ഓരോ മനുഷ്യന്റെയും ഓരോ കുടുംബത്തിന്റെയും ജീവിത പുരോഗതിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വികസനത്തെയാണ് ഇടതുപക്ഷം എക്കാലത്തും അതിന്റെ വികസന പരിപ്രേക്ഷ്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നാളെ എന്ത് ചെയ്യാൻ കഴിയും? കേരളം നമുക്കെല്ലാം അറിയുന്നത് പോലെ ധാരാളമായ വികസന സാധ്യതകളെ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകേണ്ട സംസ്ഥാനമാണ്. സമത്വവാദത്തിന്റെ അടിസ്ഥാനം എല്ലാവരും പാവപ്പെട്ടവരായി നിലകൊള്ളണമെന്നുള്ളതല്ല. സോഷ്യലിസം വിഭാവനം ചെയ്യുന്നത് പട്ടിണി കിടക്കുന്നവരുടെ ആ പട്ടിണി കിടക്കുന്ന ആളുകളിൽ സമത്വം ഉണ്ടാകണമെന്നുള്ളതല്ല. എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാവർക്കും ലഭ്യമാകാൻ കഴിയുന്ന ഒരു സമൂഹം ഉണ്ടാവണം. ആ രീതിയിലേക്ക് നമ്മുടെ വികസനത്തെ ഉയർത്തിക്കൊണ്ടുവരണം. ആ കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷവും വികസനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആധുനിക കേരളം ഇന്ന് നേരിടുന്ന ധാരാളമായിട്ടുള്ള വികസന ആവശ്യങ്ങളുണ്ട്. ആ ആവശ്യങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യണം? ഇവിടെ മണലൂർ ഗ്രാമപഞ്ചായത്തിൽ തുടർന്ന് അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി എന്തെല്ലാം ചെയ്യും എന്ന കാര്യം പ്രകടന പത്രികയിലൂടെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് സൂചിത്തോടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വരുന്ന ഭരണസമിതികൾ എങ്ങനെ പ്രവർത്തിക്കും എന്ന കാര്യം സംസ്ഥാന LDF തന്നെ പ്രകടന പത്രികയിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അതിദരിദ്രന്മാരില്ലാത്ത സംസ്ഥാനത്തെ ഇനി നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ദരിദ്രന്മാരെ തന്നെ ലഘൂകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമുക്ക് ഉയർത്താൻ വേണ്ടി കഴിയണം. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ ആ പുരോഗതി പ്രതിഫലിപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം.
അതുപോലെ തന്നെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് എപ്പോഴും പറയുന്ന വിമർശനം ആധുനികമായ സാധ്യതകളെയും സൗകര്യങ്ങളെയും കൊണ്ടുവരുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും തടസ്സം നിൽക്കുന്നു എന്ന വാദമാണ്. ആ വാദത്തെ പൊടിച്ചടക്കിക്കൊണ്ടാണ് കേരളം ആധുനിക കേരളം, നവകേരളം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയണം. നമുക്കറിയാലോ, നമ്മുടെ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്, 4.5 കോടി വാഹനങ്ങളുണ്ട്. പാരമ്പര്യവും തിരിച്ചു പിടിക്കാൻ ഈ തെരഞ്ഞെടുപ്പിലൂടെ സാധ്യമാകണം. 21 വാർഡുകളിലും വളരെ പ്രാപ്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ LDF മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരെല്ലാവരെയും നിങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം. 4 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഈ മണലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായിട്ടുള്ള 4 ബ്ലോക്ക് ഡിവിഷനുകൾ അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെടേണ്ടതുണ്ട്. അവരെയും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കണം. ജില്ലാ പഞ്ചായത്തിൽ 2 സ്ഥാനാർത്ഥികൾ ഈ മണലൂർ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് മത്സരിക്കുന്നുണ്ട്. ആ 2 പേരെയും നമുക്കറിയാം, അവര് എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ജില്ലാ പഞ്ചായത്തിൽ വളരെ ഭൂരിപക്ഷ പ്രതിനിധികളോടുകൂടി തന്നെ തെരഞ്ഞെടുപ്പ് അയച്ചിട്ടുള്ളത്. ഇത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ മാത്രം ഒരു റിസൾട്ടായിട്ടല്ല വരാൻ വേണ്ടി പോകുന്നത്. ഇത് അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇന്ന് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ആധുനിക നവകേരള സൃഷ്ടിയുടെ മുന്നോട്ട് പോക്കിന് പ്രാപ്തമായ രീതിയിൽ 3ാം LDF ഗവൺമെന്റിന് കേരളത്തിൽ വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു രാഷ്ട്രീയ മുന്നേറ്റം നമുക്ക് ഈ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലൂടെ സൃഷ്ടിക്കാൻ കഴിയണം. ആ രീതിയിലാണ് കേരളം ചിന്തിക്കുന്നത് എന്ന് തെരഞ്ഞെടുപ്പിന്റെ കാഹളം കാണുമ്പോൾ നമുക്ക് എല്ലാ ഇടങ്ങളിലും LDFന് അനുകൂലമായിട്ടുള്ള വലിയ മുന്നേറ്റം പ്രകടമാണ്. അത് ഇവിടെയും നമുക്ക് പ്രാവർത്തികമാക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ അവരുടെ ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുകയും അവർക്ക് അനുകൂലമായി വോട്ട് സമാഹരിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നതാണ് ഓരോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെയും ചുമതലയും ഉത്തരവാദിത്വവും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനത്തിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വിശ്രമരഹിതമായി പ്രവർത്തിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ഈ റാലിയും പൊതുസമ്മേളനവും വിജയിപ്പിക്കുന്നതിനു വേണ്ടി പങ്കാളിയായ മുഴുവൻ ജനങ്ങളെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് ലാൽ സലാം.